അങ്ങനെ ഒരാഴ്ചത്തെ ലീവിന് ശേഷം ആദ്യമോളൊന്ന് അംഗനവാടി പോകണേ. വീട്ടിലിരുന്ന് ആൾക്ക് നല്ല മടി പിടിച്ചിട്ടുണ്ട്. അംഗനവാടി പോകാനൊന്നും സമ്മതിക്കണില്ല. രാവിലെ തന്നെ കരച്ചിലിരുന്ന്. അല്ലെങ്കിൽ 2 ദിവസം അടുപ്പിച്ച് വീട്ടിലിരുന്നാൽ പിന്നെ 3ാമത്തെ ദിവസം ഭയങ്കര മടി കേട്ടോ. അപ്പോൾ ഒരാഴ്ച ലീവ് എടുത്താൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അവസാനം ഞങ്ങൾ പുറപ്പെടുകയാണ് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട്. അംഗനവാടി പോകണ്ടെന്ന് പറഞ്ഞ് ചെറുതായിട്ട് കരയണൊക്കെ ഉണ്ട്. അതിൻ്റെ കണ്ണീരൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തുടച്ചു കൊടുക്കാൻ പറയണേ. പിന്നെ മേക്കപ്പ് ബോക്സ് കൊണ്ട് കിട്ടിയപ്പോൾ ആൾ ഹാപ്പി ആയിട്ടാണ്. പിന്നെ മേക്കപ്പിലായി അവളെ ശ്രദ്ധ. മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് അംഗനവാടി പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. ഐഷാഡൊക്കെ ചെയ്യുമ്പോൾ നോക്കുകയാണ് കണ്ണുമ്മലൊക്കെ ആയിട്ടുണ്ടെന്ന്, ശരിക്കും കാണണ്ടെന്നൊക്കെ നോക്കുകയാണ്. പാടുമ്പോഴും ചെറുതാകുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. പുറപ്പെടാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. മേക്കപ്പ് ചെയ്യാനും മുടി കെട്ടാനും ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനൊക്കെ. പക്ഷേ ആളിപ്പോൾ വലുതായപ്പോൾ മേക്കപ്പിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. കണ്ണും എഴുതൂല, പൊട്ടൊക്കെ ഇങ്ങനെ കുഞ്ഞു പൊട്ടത്തൂടെ അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ടി വരും കാണണമെങ്കിൽ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമ്മുടേതായ ഇഷ്ടത്തിനൊക്കെ ഒരുക്കി നടക്കാൻ പറ്റുള്ളൂ. അവർ വലുതായ പിന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളായി. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയി കഴിഞ്ഞാൽ അവരുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ മുന്നിട്ട് നിൽക്കുക. എന്തായാലും ഇയാൾ വലുതാകുന്നത് വരെ എനിക്കിങ്ങനെ ഒരുക്കി കൊണ്ടു നടക്കാം കേട്ടോ. ഈ മുടിയിലൊക്കെ കുത്തി പോകുന്ന ക്ലിപ്പുകളൊക്കെ വഴുകുന്നാലും തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്നില്ല കേട്ടോ. ചില ടൈമിൽ അവളുടെ ബാഗിലൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കാണാനില്ല, എവിടെ പോയി അറിയില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ വളയും മാലയൊന്നും ഊരി കൊടുക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പാറുമൊക്കെ ചെറുതാകുമ്പോൾ വളയും മാലയൊക്കെ ഓരോരോ കുട്ടിയൊക്കെ ഊരി കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മളെ സാധനങ്ങൾ വേറെ ആൾക്ക് കൊടുക്കണ പരിപാടിയൊന്നുമില്ല. കാരണം ഒരുങ്ങി വന്നപ്പോൾ ആൾക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട മാലയും വളയും എല്ലാതും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പുറപ്പെടലൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഓടിപ്പോയി ബാഗൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ബാഗ് എടുത്തപ്പോഴാണ് ചോക്ലേറ്റിന് ഓർമ്മ വന്നത്. ചോക്ലേറ്റ് ഇന്നലെ വാങ്ങിയതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് എന്നാൽ പോകാൻ നിൽക്കുകയാണ്. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി അംഗനവാടി എത്തോടും നമുക്ക് ഓരോരോ സംശയങ്ങളുണ്ടായിരിക്കും കേട്ടോ. അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുള്ളൂ. എന്ന് പോകുമ്പോഴും ഓരോ പൂവും പുല്ലൊക്കെ പറിച്ചിട്ട് വേണ്ട പോകാൻ. അങ്ങനെ ഒന്നാണ് ഈ തൊട്ടാവാടി. എന്നും ചോദിക്കുന്നതാണ് ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെയും കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നും ചോദിക്കുന്ന ഒരു സാധനമാണിത്. നമ്മൾ കാണുന്ന പുല്ലും പൂവൊക്കെ പറിച്ചും തൊട്ടും ഞങ്ങൾ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടാക്കുക, എന്നാലും കുഴപ്പമില്ല. ആളെ ഈ സങ്കടവും കരച്ചിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളൂ കേട്ടോ. ഇനി വൈകുന്നേരം കൂട്ടാൻ വരുമ്പോഴുള്ള അവസ്ഥയാണിത്. ഇനി ഇവിടുന്ന് വരാൻ കൂട്ടാക്കും. രാവിലെ അംഗനവാടിയിലേക്ക് വരാൻ മടി കൂട്ടിയ ആളാണിത്. ഇവിടെ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളവിടെ സെറ്റ് ആവും കേട്ടോ. ഇവിടെ കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ വരാനേ കൂട്ടാക്കൂല കേട്ടോ. ഒന്നും കൂടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. അവസാനം ബാഗ് ഇട്ട് കൊടുത്തപ്പോൾ ബാഗും കൊണ്ട് കയറാൻ പോയി. ഇന്ന് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖത്തിലൊരു കളിക്കാം കേട്ടോ. അല്ലെങ്കിൽ വെയിലുള്ള സമയത്താണെങ്കിൽ മുറ്റത്തായതുകൊണ്ട് നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ടായിരിക്കും ഇത്. അങ്ങനെ ഒരുവിധം ആളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നതാണ്. ഇനി നാളെ കളിക്കാൻ എന്നുള്ള ഉറപ്പിലാണ് ഇന്നിപ്പോൾ പോരണത്. അവളെ ഫ്രണ്ട്സൊക്കെ ഇനി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാറു വരാൻ സമയമാണ്. അപ്പോഴത്തേക്കും വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.